അമേരിക്കയുടെ യൂറോപ്യൻ സെൻകോം ഇപ്പോൾ പ്രധാനമായ ഒരു കാര്യം പെന്റഗണിനെ അറിയിച്ചിരിക്കുകയാണ്. The US European Command has warned Pentagon that there aren't enough warship to protect Israel from Iranian missile. ഇപ്പോൾ യൂറോപ്യൻ കമാൻഡ്, അമേരിക്കയുടെ സൈനികരുടെ യൂറോപ്യൻ കമാൻഡ് ഇപ്പോൾ പെന്റഗണിന് നൽകിയിരിക്കുന്ന വ്യക്തമായൊരു മുന്നറിയിപ്പ് ഇതാണ്: നമ്മുടെ കയ്യിൽ ഇസ്രായേലിനെ ഇറാന്റെ മിസൈലുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള വാർഷിപ്പുകൾ ഇല്ല അമേരിക്കയുടെ കയ്യിൽ. അതിന് സൗകര്യപ്രദമായ രീതിയിൽ ഇപ്പോൾ അല്ല അമേരിക്ക ഉള്ളത്. അതുകൊണ്ട് ഇറാനെതിരെ ഇപ്പോൾ ആക്രമണം നടത്തിയാൽ അത് ഇറാൻ തിരിച്ചടിക്കും. മാത്രമല്ല, ഇപ്പോഴുള്ള ആക്രമണം അമേരിക്കയും ഇസ്രയേലും ജോയിന്റ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. എന്നാൽ അത്തരം ഒരു നീക്കം നടത്തിയാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. പക്ഷെ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട രൂപത്തിലുള്ള വാർഷിപ്പുകൾ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ഇല്ല എന്നൊരു വിവരം നൽകുന്നു. വി വിൽ ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ പ്രൊട്ടക്ടിങ് ഇസ്രായേൽ ഓർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. നമ്മൾ അമേരിക്കയെ പ്രൊട്ടക്ട് ചെയ്യണോ അതോ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യണോ എന്ന കാര്യം ഇവിടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ആവശ്യമായ രീതിയിൽ ഇസ്രായേലിനെയും അമേരിക്കയും ഒരേ സമയം പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമുള്ള സംവിധാനമില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്കായിരിക്കും പോയിരിക്കുക. അതുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് കപ്പലുകൾക്ക് വലിയ രൂപത്തിലുള്ള ദുരന്തം സൃഷ്ടിക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിക്കേണ്ടതുണ്ട്, പെന്റഗൺ തീരുമാനിക്കണം എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ കയ്യിൽ ആവശ്യമായ ആയുധങ്ങളില്ല. ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ആയുധങ്ങളില്ല എന്ന് വ്യക്തമായ രൂപത്തിലുള്ള വാർത്തകൾ അമേരിക്കൻ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പെട്ടെന്ന് യുദ്ധപ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വരുന്നത് ഈ ആയുധത്തിന്റെ കുറവുകളെ മറച്ചുവെക്കാനാണോ, എന്നിട്ട് വീണ്ടും പിൻവാങ്ങുന്നു, ഇത്തരത്തിലുള്ള നീക്കങ്ങളാണോ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയവും ഇവിടെ നിലനിൽക്കുകയാണ്.